അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ റഹ്മാൻ 47 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ സൂറത്ത് അവസാനിക്കും. ഇതുവരെ നമ്മൾ പഠിച്ച ആയത്തുകളുടെ ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ സൂറത്ത് മൊത്തം റഹ്മത്തിനെയാണ് പരിചയപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ അർ-റഹ്മാൻ എന്ന സവിശേഷതയെ പല രീതിയിൽ പരിചയപ്പെടുത്തുന്നതാണ് സൂറത്ത്. അപ്പോൾ അതിൽ ആദ്യത്തെ 25 ആയത്തുകൾ ഈ പ്രപഞ്ചത്തിൽ ജീവിതം സാധ്യമാക്കിയ അള്ളാഹിൻ്റെ സവിശേഷത വെച്ചുകൊണ്ട് റഹ്മത്തിനെ പരിചയപ്പെടുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം, ഭൂമി, കടൽ, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു. 25-ാമത്തെ ആയത്തിന് ശേഷം മറ്റൊരു രീതിയിലാണ് റഹ്മത്തിനെ പരിചയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം നശിക്കുന്നതിനെ വെച്ചുകൊണ്ട്, ഈ പ്രപഞ്ചം നശിക്കുകയും അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നതിനെ വെച്ചുകൊണ്ടാണ് റഹ്മത്തിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ ഭൂമിയുടെ എല്ലാം നശിക്കും, കുല്ലുമൻ അലൈഹ ഫാൻ എന്നൊക്കെ പഠിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം കഴിഞ്ഞ ആയത്തുകളിലായിട്ട് വിചാരണ നാള് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം അവസാനിച്ചു, നമ്മുടെ ജീവിതം അവസാനിച്ചു, അതിനുശേഷം വിചാരണ നാള്. ആ വിചാരണ നാളിൽ പരാജയപ്പെട്ടവർക്കുള്ള നരകത്തിൻ്റെ ശിക്ഷ നമ്മൾ പഠിച്ചു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിജയിച്ചവരെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ തന്നെ ഒരാൾ വിജയിക്കാനുള്ളതിൻ്റെ ആദ്യത്തെ സവിശേഷതയായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ്? ഖൗഫാണ്, അല്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അപ്പോൾ ഖൗഫ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും അവൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ആ നിൽപ്പിനെ കുറിച്ചുമുള്ള ഭയം, ആ ഭയത്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നിട്ട് അവിടെ അവർക്ക് ജന്നത്താൻ, 2 തോട്ടങ്ങളുണ്ട്, 2 ജന്നത്തുണ്ട് എന്ന് പറഞ്ഞു. ഇനിയുള്ള ആയത്തുകൾ ആ ജന്നത്താനെ വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖൗഫിനെ പോലെ തന്നെ നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു സവിശേഷത കൂടി, ഒരു സ്വഭാവം കൂടി ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നു. നമുക്ക് ആയത്തിലേക്ക് കടന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. 48-ാമത്തെ ആയത്തിൽ ദവാത്ത അഫ്നാൻ. ദാത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകുന്നതിന്, ഹാവിങ് എന്നുള്ളത്, നമ്മൾ കൈവശം ഉള്ളതിനെയാണ് ദാത്ത് എന്ന് പറയുക. ഇപ്പോൾ അള്ളാഹുവിനെ ദുൽ ഫളുൽ അലീം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് എന്തുണ്ട്? അള്ളാഹ്ക്ക് ധാരാളം ഫളുൽ ഉള്ള ആള്, ഒരാൾക്കുള്ള സവിശേഷതയാണ് ദാത്ത് എന്ന് പറയുക. അപ്പം ദവാത്ത അഫ്നാൻ, അപ്പം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ജന്നത്താൻ, ആ 2 തോട്ടങ്ങളിൽ എന്തുണ്ട്? അഫ്നാൻ. അഫ്നാനിന് ധാരാളം അർത്ഥങ്ങളുള്ള പദമാണ്. അതിൽ ചില്ലകൾ എന്ന അർത്ഥമുണ്ട്, ബ്രാഞ്ചസ് എന്ന അർത്ഥമുണ്ട്, ഫ്രഷ്നെസ് എന്ന അർത്ഥമുണ്ട്, എന്ന് വെച്ചാൽ ശുദ്ധമായത് എന്ന അർത്ഥമുണ്ട്. ഇപ്പം മൊത്തത്തിൽ അതിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധവും പുതുമയുള്ളതുമായ വായു, അന്തരീക്ഷത്തിൽ പരത്തുന്ന ശാഖകൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശദീകരിക്കാം. അപ്പം ദവാത്ത അഫ്നാൻ, പലതരം സുഖ ഐശ്വര്യങ്ങളുള്ള 2 സ്വർഗത്തോപ്പുകൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാം. 49-ാമത്തെ ആയത്തിൽ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹു ഈ സൂറത്തിലുടനീളം ചോദിക്കുന്ന ആ ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് കളവാക്കാൻ കഴിയുക? ഫീഹിമ ഐനാനി തജ്രിയാൻ. ആ 2ലും, അപ്പോൾ ഏത് 2ലും? ആ 2 തോട്ടത്തിലും എന്തുണ്ട്? ഐനാൻ. ഐനാൻ എന്ന് പറഞ്ഞാൽ അരുവികൾ, അല്ലെങ്കിൽ സ്പ്രിങ്സ് നമ്മൾ പറയില്ല, അരുവികൾ. ഐനാനി തജ്രിയാൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 അരുവികളുണ്ട്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ. നിങ്ങൾ ഈ ആയത്തുകൾ ഓതുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്നൊരു കാര്യം, സൂറ റഹ്മാന്റെ തുടക്കത്തിൽ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നുള്ളത് ധാരാളം പറഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം അങ്ങനെയാണ് ചോദിച്ചു വന്നത്. സ്വർഗത്തെ വിശദീകരിക്കുമ്പം അതിൻ്റെ ഓരോ ആയത്തുകളിൽ ഓരോ വിവരണത്തിന് ശേഷവും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 52-ാമത്തെ ആയത്തിൽ ഫീഹിമ മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ. അവ 2ലും ഫാക്കിഹ, പഴവർഗ്ഗങ്ങളുണ്ട്, സൗജാൻ, ഇണകൾ. എന്ന് വെച്ചാൽ 2 ഇണകൾ അല്ലെങ്കിൽ പേഴ്സ് ആയിട്ടുള്ള എന്തുണ്ട്? പഴവർഗ്ഗങ്ങൾ ഉണ്ട്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 54-ാമത്തെ ആയത്തിൽ
മുത്തഖീന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ് വജനൽ ജന്നത്തി ദാൻ. അവരെന്ത് ചെയ്യും? ഈ എല്ലാ സ്വർഗ വിവരണത്തിനുമുള്ള ഒരേ കോമൺ തിങ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അരുവികള്, പിന്നെ പഴങ്ങള്, പിന്നെ ഇരുത്തത്തെ കുറിച്ച് പറയാണ്. അവരെന്ത് ചെയ്യും? ചില മെത്തകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അതിന്റെ ഉൾഭാഗത്തിനെ പിന്നെ അള്ളാഹു വിവരിക്കുകയാണ്. കട്ടി കൂടിയ പട്ട് കൊണ്ട് നിർമ്മിച്ച മെത്തകൾ. എന്നിട്ടുള്ള പ്രയോഗം വജനൽ ജന്നത്തൈനി ദാൻ. ആ രണ്ട് തോപ്പുകളിലെയും പഴങ്ങൾ എന്ന് പറയുന്നത് പറിക്കാൻ പാകത്തിൽ എന്തായിരിക്കും? അതിന് താഴ്ന്ന് കിടക്കുകയായിരിക്കും. 55-ാമത്തെ ആയത്തിൽ ഫബിഐ ആലായി റബ്ബിക്കും. ഞാൻ കുറച്ച് സ്പീഡിൽ പോയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം. ഫബിഐ ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ. 56-ാമത്തെ ആയത്തിൽ ഫീഹിന്ന ഖാസിറാത്തു തർഫി ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. ഫീഹിന്ന അതിലുണ്ട് എന്ത്? ഖാസിറാത്തു തർഫ്. തർഫ് കണ്ണാണ്. ഖാസിറാത്ത് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഷോർട്ടൺ ചെയ്യുന്നതിനൊക്കെ ഖാസിറാത്ത് എന്ന് പറയും. ഖസർ എന്ന് വെച്ചാൽ പിന്നെ നിയന്ത്രിക്കപ്പെട്ട കണ്ണുകൾ നിയന്ത്രിക്കപ്പെട്ടെന്ന് വെച്ചാൽ അധികമൊന്നും പിന്നെ വേണ്ടാത്തതൊന്നും കാണാത്ത വളരെ പരിശുദ്ധമായ കണ്ണുകൾ ഉള്ള എന്തുണ്ട്? ഇണകൾ ഇവിടെ സ്ത്രീലിംഗാണ് ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ പിന്നെ സ്ത്രീകൾ അവിടെ ഉണ്ട്. ലം യത്മിസ് ഹുന്ന തമസ എന്ന് പറഞ്ഞാല് പിന്നെ തൊട്ടിട്ടില്ല, അവരെ സ്പർശിച്ചിട്ടില്ല. ഇൻസും ഖബ്ലഹും വലാജാൻ, ഇതിനു മുന്നേ മനുഷ്യനോ ജിന്നുകളോ എന്നുള്ളത്. ഇതില് ഈ സ്വർഗത്തെ വിവരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. സ്വർഗത്തെ വിവരിക്കുമ്പം ഖുർആനിൽ നമ്മളിത് സൂറ വാക്കിയയിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ്. സ്വർഗത്തെ വിവരിക്കുമ്പം അതിൽ നമുക്കുള്ള ഇണകളെ കുറിച്ച് പിന്നെ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ സുന്ദരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ പല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇണകളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു സ്ത്രീ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനായിട്ട് ഇണയുണ്ട് എന്ന് പറയുമ്പം പിന്നെ പലതരത്തിൽ ഇതിനെ കാണുന്ന പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇസ്ലാമിനെതിരെ ധാരാളം ഈ 72 പിന്നെ കന്യകമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ, പിന്നെ ധാരാളം കാമം നിറഞ്ഞതാണ് സ്വർഗം എന്നുള്ള വിമർശനം, ഇതിങ്ങനെയൊക്കെ ധാരാളം ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും ഇത് മാത്രം പറയാതിരുന്നെങ്കിൽ നമുക്കും പിന്നെ എവിടെയോ ഒരു തോന്നുന്നൊരിതുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു ഖുർആൻ ജീവിതത്തിന് വളരെ സത്യസന്ധമായിട്ടും അതിൻ്റെ ഏറ്റവും പച്ചപ്പിലും അതിൻ്റെ ഏറ്റവും നല്ല ശരിയിലും സമീപിക്കുന്ന ഗ്രന്ഥമാണ്. എന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ കുറേ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ടല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ ഒരു മനുഷ്യനെ അവൻ എന്താണോ അങ്ങനെയാണ് സമീപിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദന എന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിൻ്റെ ആവശ്യവും ആഗ്രഹവുമാണ് പ്രണയവും ലൈംഗികതയും കാമവും എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും പരിപൂർണത ലഭിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നതിൽ എന്തില്ല? നമ്മൾ കാണുന്ന കണ്ണിനെ മാറ്റി വെച്ച് മനുഷ്യനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് ഏറ്റവും ശരിയായിട്ടുള്ള വിവരണമാണ്. അത് അള്ളാഹു പറയുന്നു എന്നേ ഉള്ളൂ. ഇതിനെ വിമർശിക്കുന്ന ആരാണ്? അപ്പുറത്ത് നിന്നുകൊണ്ട് ഫ്രീ സെക്സിനെ വാദിക്കുന്നവരാണ്. പിന്നെ 1-2 ഇണകളുണ്ട് എന്ന് പറയുമ്പോൾ ഇത് വരുന്നത്, ഇത് വേറെ വിഷയമാണ്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹു സ്വർഗത്തിലെ ഇണകളെ വിവരിക്കുന്ന വിവരണങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന വിഷയം പരിശുദ്ധിയാണ് എന്ന് കാണാൻ പറ്റും. പരിശുദ്ധിയാണ്. 2 തരത്തിലുള്ള പരിശുദ്ധിയാണ് അതിലൊക്കെ പറയുന്നത്. ഒന്ന് ശരീരത്തിൻ്റെ പരിശുദ്ധിയാണ്, അതാണ് കന്യക, ആരും തൊട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത്, ആ പരിശുദ്ധിയാണ്. 2 മനസ്സ് കൊണ്ടുള്ള പരിശുദ്ധിയാണ്, അതാണ് കണ്ണ് വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്താണ്? മനസ്സിൻ്റെ പരിശുദ്ധിയാണ്. ഇതാണ് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, ഇതിൽ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു കൺഫ്യൂഷൻ, 2 പോയിന്റ് ഞാൻ പറഞ്ഞു. 3ാമത്തെ പോയിന്റ്, പെണ്ണുങ്ങൾക്ക് ഇതിലെന്തോ അനീതി ഉണ്ടോ എന്ന് വെച്ചാൽ ആണുങ്ങൾക്കുള്ള പിന്നെ സ്ത്രീകളെ കുറിച്ച് മാത്രമാണല്ലോ പറയുന്നത് എന്നൊരു കുറേ ഇങ്ങനെ ഇത്. അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് സ്വർഗത്തിലെ എല്ലാം വിവരിക്കുകയല്ല ചെയ്യുന്നത്. സ്വർഗത്തിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ഭാഷയ്ക്ക് ഒതുങ്ങുന്ന രീതിയിൽ ഒരു ടേസ്റ്റ് തരികയാണ്. അപ്പം ഒരു സ്ത്രീ ഉണ്ട് അവിടെ എന്ന് പറയുമ്പോൾ അതുമാത്രമുള്ളൊരു സ്വർഗത്തെക്കുറിച്ചല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് മറ്റെല്ലാത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണ്. സ്ത്രീകൾക്ക് എന്താണോ ആ സമയത്ത് സ്വർഗത്തിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല വിവരണം ഒരായത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. എന്താണ്? മനസ്സുകൾ ആഗ്രഹിക്കുന്നതെല്ലാം എന്തുണ്ട്? അവിടെ ഉണ്ട്. അപ്പൊ ആ മനസ്സിനെ ആഗ്രഹിക്കുന്നത് എന്താകാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണങ്ങൾ പറയുന്നതെന്നുള്ളൂ. എന്ന് മാത്രമല്ല, സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പം സ്ത്രീ ഫെമിനിൻ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. സ്ത്രീയുടെ ടേസ്റ്റ് അല്ല പുരുഷൻ്റെതും എന്നും നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ സ്വർണത്തെ കുറിച്ച് പറയുന്നുണ്ട്,
സ്വർഗത്തിലെ ആഭരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്, സ്വർഗത്തിലെ ലൈംഗികതയും ശരീര സൗന്ദര്യത്തെ കുറിച്ചും പറയുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. ഇപ്പം ഒരു കുട്ടിക്ക് തൂങ്ങിക്കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന പഴം എന്ന് പറയുന്നത് വളരെ അവന് മനസ്സ് തട്ടുന്ന സാധനമായിരിക്കും. നമുക്ക് ചിലപ്പം ഒഴുകുന്ന അരുവിയായിരിക്കും നമ്മുടെ വിഷയം. അപ്പൊ സ്വർഗത്തെക്കുറിച്ച് ഇത് നമ്മുടെ മനസ്സിലുണ്ടാകും. ഇത് പറയുമ്പം ഇതാണ് ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രവാചകരെ ഇതെല്ലാം ആണുങ്ങൾക്ക് മാത്രമാണുള്ള ഒരു സംഭവമുള്ളത്, നമുക്കൊന്നും ഇല്ലേ എന്നാ അന്ന് ചോദിച്ചിരുന്നു. അതിന് മറുപടിയായിട്ട് പ്രവാചകനല്ല മറുപടി പറയുന്നത്, അള്ളാഹു ആണ് മറുപടി പറയുന്നത്. സൂറ അഹ്സാബില് 35-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് എന്ന് വെച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളായ നല്ല ആൾക്കാർക്ക് എന്തുണ്ട്, പിന്നെ ഫുറൂജഹും വൽ ഹാഫിള വദാക്കിരി എന്നിട്ട് പറയാണ് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമ. എല്ലാവർക്കും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, അജ്ർ എല്ലാ പ്രതിഫലവും അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാഹ് തന്നെ. അപ്പൊ ഇതിലെന്തില്ല, ആ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ ഇത് കേൾക്കുമ്പം എന്തൊക്കെ ആസ്വാദനം വരുന്നുണ്ടോ ആ ആസ്വാദനമൊക്കെ നമ്മൾ സ്വർഗത്തിന്റെ വിവരണത്തിൽ നമ്മൾ ആ ആയത്തുകളുടെ ഭാഷാ അർത്ഥത്തിൽ നമ്മളെ ലിമിറ്റ് ചെയ്യല്ല വേണ്ടത്. ആ ആയത്തുകൾ നമ്മളെ എവിടെയൊക്കെ കൊണ്ടെത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊണ്ടെത്തിക്കുകയാണ് വേണ്ടത്. 57-ാമത്തെ ആയത്തില് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 58-ാമത്തെ ആയത്തിൽ അവരെ കുറിച്ച് വിവരിക്കുകയാണ്. ആരെ കുറിച്ച്? ഈ ഇണകളെ കുറിച്ച് വിവരിക്കുകയാണ്. കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ. അവർ മാണിക്യവും പവിഴവും പോലെ ആയിരിക്കും. എന്തായിരിക്കും സംഭവം? അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തിക്കാൻ കഴിയുമോ അതൊക്കെ ചിന്തിക്കുന്നതാണ് ഈ ആയത്തിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നീതി. 59-ാമത്തെ ആയത്തിൽ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഇപ്പൊ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കത് എന്തിനെയാണ് നമ്മൾ കളവാക്കുക. 60-ാമത്തെ ആയത്തിൽ ഇതാണ് ഇതിലെ ഈ ആയത്തുകളുടെ ഇടയിലുള്ള വളരെ കോർ മർമ്മമായ പോയിന്റ്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ എന്നാണ്. ഇത് പിന്നെ ഇസ്ലാമിന്റെ ഇഹ്സാനെ കുറിച്ചുള്ള കൺസെപ്റ്റിന്റെ എല്ലാം ചേർന്ന് നിൽക്കുന്ന ഇതാണ്. ഹൽ ജസാഉൽ ഇഹ്സാൻ, ഇഹ്സാനിന് പ്രതിഫലമായിട്ട് ഇഹ്സാൻ അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ സ്റ്റൈല് ഇഹ്സാൻ ആണെങ്കിൽ സ്വർഗം തന്നെ ഇഹ്സാനാണ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്ക് പറയാം. ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസൻ എന്ന് പറയുന്നത് നന്മക്ക് പറയും, ഹുസ്ന് സൗന്ദര്യമാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് ഒന്നിന് സൗന്ദര്യം ഉണ്ടാകുക? എല്ലാം പ്രൊപ്പോർഷൻ ആയിട്ട് ഉണ്ടാകുമ്പോഴാണ് സൗന്ദര്യം. പൂർണ്ണതയാണ് ഒരു സാധനത്തിന്റെ ഏറ്റവും പൂർണ്ണതയിലാണ് സൗന്ദര്യം നമുക്ക്. അപ്പോൾ പൂർണ്ണതയാണ് ഇഹ്സാൻ. അതുപോലെ തന്നെ സന്തുലനമാണ്, കുറവുകളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇഹ്സാൻ. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. ഇത് നിങ്ങൾ സ്വർഗത്തിന്റെ വിവരണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നരകത്തിന്റെ വിവരണത്തിൽ നോക്കിയാൽ സൂറ വാഖിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹു സ്വർഗത്തിനെയും നരകത്തിനെയും ഇങ്ങനെ വിവരിച്ചു കൊണ്ടേയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഇടും. എന്നിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഇത് കിട്ടുക എന്നൊന്നും കൂടി റിമൈൻഡ് ചെയ്യും. അപ്പം സ്വർഗം ഇനിയും പറയാൻ പോവാണ്. അതിന്റെ ഇടയിൽ അള്ളാഹു സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാണ് എന്താണ്, ഇതൊക്കെ കിട്ടാനുള്ള കാരണം എന്താണ്? ഇഹ്സാനാണ്. ഇഹ്സാൻ നിങ്ങൾക്ക് വാക്കിയിൽ ഓർമ്മ ഉണ്ടാവും. നരകം ഇങ്ങനെ വിവരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തുകൊണ്ട് ഒരാൾ നരകത്തിലേക്ക് പോയി എന്നും അള്ളാഹു പറയുന്നു. ഇനി 61-ാമത്തെ ആയത്തിൽ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. എന്നിട്ട് ഇനിയുള്ള പ്രയോഗം സുന്ദരമായ പ്രയോഗമാണ്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അള്ളാഹ് പറയാണ് വമിൻ ദൂനിഹിമാ ജന്നത്താൻ. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. വമിൻ ദൂനിഹിമാ ജന്നത്താൻ. ഇത് മാത്രല്ല, 2 തോട്ടം വേറെയും നിങ്ങൾക്ക് ഉണ്ട്. വമിൻ ദൂനിഹിമാ ജന്നത്താൻ. 63-ാമത്തെ ആയത്തിൽ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ കളവാക്കാൻ പറ്റുക? 64-ാമത്തെ ആയത്തിൽ മുദ്ഹാമ്മത്താൻ. ഒറ്റ വാക്കാണ് മുദ്ഹാമ്മത്താൻ എന്ന് പറഞ്ഞാല് പിന്നെ കടും പച്ച അണിഞ്ഞത് എന്നാണ്. കടും പച്ച അണിഞ്ഞ 2 തോട്ടങ്ങൾ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 66-ാമത്തെ ആയത്തില് ഫീഹിമാ ഐനാനി നല്ലാഹത്താൻ. ഇത് നിങ്ങൾ ഇതിന്റെ ഒരു ഡിഫറൻസ് ശ്രദ്ധിക്കട്ടോ. ആദ്യം പറഞ്ഞ തോട്ടത്തിനേക്കാൾ ഇന്റൻസിറ്റി കൂടുകയാണ്. ഇനി ആദ്യം പറഞ്ഞ തോട്ടത്തിലെ അരുവികൾ ഒഴുകുകയായിരുന്നു, ഇവിടെ അരുവികൾ കുതിച്ചൊഴുകുകയാണ്. നല്ലാഹത്താൻ എന്ന് പറഞ്ഞാല് കുതിച്ചൊഴുകുന്ന 2 അരുവികൾ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഫീഹിമാ ഫാക്കിഹത്തും വനഖ്ലും വറുമ്മാൻ. നേരത്തെ ഫാക്കിഹ മാത്രമായിരുന്നു പറഞ്ഞു, ഒരു പഴം. ഇവിടെ പഴവർഗ്ഗങ്ങളുണ്ട്, ഈന്തപ്പനകളും
റുമാൻ മാമ്പഴവും എന്തുണ്ട് അതിൽ ഉണ്ട്. അപ്പൊ കൂടാണ്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ. അപ്പൊ ഈ ഇണകളെ കുറിച്ച് കുറച്ചും കൂടി വേറൊരു സ്റ്റൈൽ ഓഫ് വിവരണമാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നല്ലത്. ഹിസാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്തു, ഏറ്റവും സുന്ദരം, ഏറ്റവും ഉത്തമകളായതും സുന്ദരികളുമായ ഇണകൾ, അല്ലെങ്കിൽ പിന്നെ തിരിച്ചു സ്ത്രീകളാണ് വായിക്കുന്നെങ്കിൽ അങ്ങനെ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 72-ാമത്തെ ആയത്തിൽ ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഖിയാം എന്ന് പറഞ്ഞാൽ കൂടാരങ്ങളാണ്, ടെന്റുകൾ എന്ന് പറയുക. മക്സൂറാത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉപയോഗിച്ച അതേ എന്താണ് പിന്നെ കണ്ണുകൾ നിയന്ത്രിക്കപ്പെട്ടതുപോലെ തന്നെ കൂടാരങ്ങളിൽ നിയന്ത്രിച്ചു വെക്കപ്പെട്ട അത്രയും പ്രിസേർവ് ചെയ്യപ്പെട്ട ഇണകൾ, വേറെ എവിടേക്കും പോവാതെ ഒരു കൂടാരത്തിൽ നമുക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഇണകൾ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അവരെന്ത് ചെയ്തിട്ടില്ല, മുന്നേ ഒരാളും ജിന്നോ മനുഷ്യനോ തൊട്ടിട്ടില്ല. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 76-ാമത്തെ ആയത്തില് മുത്തഖീന അലാ റഫ്റഫിൻ ഖുദുരിൻ വഅബ്റഖിയിൻ ഹിസാൻ. പച്ച നിറമുള്ള തലയിണകളിലും അഴകുള്ള പരവതാനികളിലും ചാരി കിടക്കുന്നവരായിരിക്കും അവർ. ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷൻ അള്ളാഹു വിട്ടിരിക്കുകയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. എന്നിട്ട് അവസാനത്തെ ആയത്ത്, സൂറ റഹ്മാനിലെ അവസാനത്തെ ആയത്ത് തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം എന്നുള്ളതാണ്. ഇതേ പ്രയോഗം നിങ്ങൾക്ക് സൂറ റഹ്മാനിൽ മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റും. എപ്പോഴാണത്? വയബ്ക വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അതെപ്പോഴാണ് പറയുന്നത്? കുല്ലുമൻ അലൈഹ ഫാൻ. എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ സാധനത്തിനെ കുറിച്ചും വർണ്ണിച്ചതിന് ശേഷം ഇതെല്ലാം നശിച്ചു പോകുന്നതിന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണെന്ത്? വയബ്ക വജു. ഒന്ന് മാത്രമേ അവശേഷിക്കുള്ളൂ, ജലാലി വല്ലിക്രാം, അള്ളാന്റെ വജ്. ഇവിടെ പറയുന്നത് സ്വർഗത്തിനെ വിവരിച്ചതിന് ശേഷം അതേ പ്രയോഗത്തിന് ഒന്നിച്ച് ബറക്കത്തും കൂടി അള്ളാഹു ആഡ് ചെയ്യാണ്. എന്താണ് ബറക്കത്ത്? ബറക്കത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒറ്റയ്ക്കിരുന്ന് പഠിക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ കൺസെപ്റ്റാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ് വളർച്ചയാണ്, സമൃദ്ധിയാണ്, അബൻഡൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന, ഇപ്പോൾ ഒരു ചെടി വളർന്നു എന്നല്ല, ചെടികൾ അങ്ങനെ വളർച്ച, അങ്ങനെയാണ് അബൻഡൻസ്. ഒരനുഗ്രഹമല്ല, അനുഗ്രഹങ്ങളുടെ അബൻഡൻസ് ആണ് ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറയുന്നത് പിന്നെ ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ്. 200 റിയാലിന് ഒരു 20,000 റിയാലിൻ്റെ ഒക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്ത് അതാണ്. അപ്പൊ ജലാല് എന്ന് പറയുന്നത് അള്ളാന്റെ നാമമാണ്. അൽ ജലീൽ, മഹത്വം, പ്രതാപം, തേജസ് എന്നൊക്കെ അർത്ഥത്തിലാണ് ജലാൽ എന്ന് പറയുന്നത്. ഇക്റാം അൽ കരീം എന്നുള്ള, ഇക്റാം എന്ന് പറഞ്ഞാൽ ആദരണീയത എന്ന് പറയുന്നതാണ്. നമുക്ക് ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആയത്തുകളിൽ അള്ളാഹു 3 വിഷയങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്? ഒന്ന് സ്വർഗത്തിന്റെ വിവരണമാണ്. 2 ഇഹ്സാനാണ്. 3 ബറക്കത്താണ്. ഈ 3 വെച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളെ പഠിക്കാൻ നോക്കാം. ആദ്യം സ്വർഗത്തിന്റെ വിവരണം. സ്വർഗത്തിന്റെ വിവരണം ഞാൻ ധാരാളം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം സൂറ വാക്കിയിൽ നമ്മൾ ഒരു ക്ലാസ് തന്നെ അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ആയത്തുകളെ വെച്ചുകൊണ്ട് ചെറിയൊരു വിശദീകരണം. സ്വർഗത്തിന്റെ വിവരണം പറയുമ്പം എന്തിനാണ് അള്ളാഹു സ്വർഗത്തിനെ ഇത്രയും വിശദീകരിക്കുന്നത് എന്നതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട പോയിന്റ്. സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, നീ ഇതൊക്കെ ചെയ്താൽ സ്വർഗം ഉണ്ട്, അങ്ങനെയല്ല ചെയ്യുന്നത്. ആയത്തുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഓരോ മുക്കും കോണും നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ബാക്കി എല്ലാത്തിനെ കുറിച്ചും ചിത്രമുണ്ട്. ഉണ്ടാക്കാൻ പോകുന്ന വീടിനെ കുറിച്ച്, കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും വളരെ നല്ല കൺസെപ്റ്റുകളുണ്ട്. പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ കുറിച്ച് എല്ലാം ഉണ്ട്. നമ്മൾ ഈ പ്രയത്നമൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗമാണ്. ആ സ്വർഗത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നിറമുള്ള ഒരു ചിത്രം ഉണ്ടാകണം. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, പക്ഷെ ഒരു ചിത്രം നിർബന്ധമായിട്ടും ഉണ്ടാകണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഓരോന്നായിട്ട് പറയുന്നത്. നമ്മുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ച് ഒരു ചിത്രം ഉണ്ടാകണം. അതേപോലെ തന്നെ അള്ളാഹ് എന്തിനാണ് ഇത്രയും വിശദീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയേക്കാൾ വലുതാണ് സ്വർഗം എന്ന് നമുക്ക് കൃത്യമാകണം. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മളിത് കുറെ കാലമല്ലേ കേൾക്കുന്നു, ഭൂമിയേക്കാൾ വലുതാണല്ലോ സ്വർഗം. ഇത് നമുക്ക് കൃത്യമായിട്ടില്ല. ഇത് കൃത്യമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവൂല.
നമ്മൾ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനം നോക്കിയാൽ ഭൂമിയേക്കാൾ വലുതാണ് സ്വർഗം എന്ന് നമുക്ക് കൃത്യത ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൃത്യത ഉണ്ടോ? ആ കൃത്യത നമ്മുടെ ഉള്ളിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓതിക്കൊണ്ടേ ഇരിക്കണം, വായിച്ചു കൊണ്ടേ ഇരിക്കണം. ഒരു കോട്ടുണ്ട്, യു ഹാവ് 2 lives and the second one begins when you realize that there is only 1 life എന്നാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 2 ജീവിതമുണ്ട്. അതിലെ രണ്ടാമത്തത് നിങ്ങളുടെ മനസ്സിൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് എന്ത്, ഒന്നേ ഉള്ളൂ എന്നുള്ളത്. നമ്മുടെ പ്രശ്നം എന്താ, നമുക്ക് 2 ജീവിതം ഉണ്ടെന്ന് അറിയാം, പരലോകമുണ്ട് ഇഹലോകമുണ്ട്. പക്ഷെ ആദ്യത്തേതാണ് നമ്മുടെ മനസ്സിൽ എല്ലാ ജീവിതവും. അള്ളാഹ് ഇതിൽ പറയുന്നത് എന്താണ്, രണ്ടാമത്തതേ ഉള്ളൂ എന്ന് കൃത്യമാകുമ്പോഴേ രണ്ടാമത്തെ ജീവിതം നമ്മുടെ മനസ്സിൽ തുടങ്ങുക പോലും ഉള്ളൂ. കാരണം നമ്മൾ ആദ്യത്തേതാണ് എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. പരലോകമാണ് ഇഹലോകത്തേക്കാൾ വലുത് എന്ന് കൃത്യമാകണം. ഇത് കൃത്യമാകാൻ വേണ്ടി അള്ളാഹു മൂന്ന് പോയിന്റ് ഉണ്ട് ഈ പ്രയോഗത്തിൽ. ഒന്ന്, 2 സ്വർഗം. എന്തിനാ 2 തോട്ടം എന്ന് പറയുന്നത്? സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു കണക്ക് പറയുമ്പം എന്തോ ഒരു മൂർത്തത നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യും. ഇത്ര മലക്കുകൾ, നരകത്തിന് 19 മലക്കുകൾ എന്ന് ഖുർആനിൽ പ്രയോഗമുണ്ട്. എന്തിനാ 19 മലക്കുകൾ? അത് ഒരു എണ്ണം പറയുമ്പം, ഒരു കൃത്യത പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ 2 തോട്ടങ്ങൾ എന്നത് നമുക്ക് കൃത്യമാവും. ഇതാണ് ഒന്നാമത്. 2 അരുവികൾ, ഇതാണ് ഒന്നാമത്. 2 അബണ്ടൻസിനെ കുറിച്ച് അള്ളാഹ് പറയുന്നു. നിങ്ങൾ സ്വർഗത്തിന്റെ എല്ലാ വിവരണവും എടുത്തു നോക്കുമ്പോഴും സമൃദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. ഫീഹിമ ഐനാനി നല്ലാഹത്താൻ, ഞാൻ പറഞ്ഞില്ലേ കുതിച്ചൊഴുകുന്ന അരുവികൾ. വേറെ സ്ഥലത്ത് എന്തുണ്ട്, പടർന്ന് പന്തലിച്ച് കുലകളുള്ള മരങ്ങൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ നീണ്ടു കിടക്കുന്ന തണൽ. അങ്ങനെയാണ് സമൃദ്ധിയെ കുറിച്ചാണ് പറയുക. മുദ്ഹാമത്താൻ. മൂന്നാമത് സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്ത് പൂർണ്ണതയെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധിയെക്കുറിച്ചും പൂർണ്ണതയെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പം ഇതെന്തിനാണ് നമ്മളോട് അള്ളാഹ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ അള്ളാഹ് ഇട്ടിട്ടുള്ള പാത്വേ എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെതാണ്, നഷ്ടത്തിൻ്റെതാണ്, വേദനയുടെയാണ്. ഇതൊക്കെ നമ്മുടെ മുസ്ലിം എന്ന ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഓരോ വേദനയും സ്വർഗത്തിലൊരു വീട് തരും എന്നത് ഉറപ്പുണ്ടാവുമ്പോഴേ ആ വേദന സുഖത്തോടു കൂടി നമുക്ക് അനുഭവിക്കാൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുള്ളൂ. ഓരോ നഷ്ടത്തിനും ഇരട്ടിക്കിരട്ടിക്ക് ലാഭം കിട്ടുന്ന ഒരു ഇടമുണ്ട് എന്ന് നമുക്ക് കൃത്യമാവുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമുക്കത് കൃത്യമാവുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു അത് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി അവസാനം ഈ ഒരു വിഷയത്തിൽ ഒരു പോയിന്റ് ഖുർആന്റെ ഭാഷാ സൗന്ദര്യമാണ്. ഈ സൂറത്തിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഫബിയൈ ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് അള്ളാഹു നിരന്തരം ചോദിക്കുന്നുണ്ട്. ഭൂമിയെ കുറിച്ച് പറയുമ്പം കുറേ ആയത്തുകൾ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചോദിക്കും, പിന്നെ കുറേ ആയത്തുകൾ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചോദിക്കുന്നതാണ്. സ്വർഗത്തെ കുറിച്ച് പറയുമ്പം അതിലെ ഓരോ വിവരണത്തിന് ശേഷവും അള്ളാഹ് ഈ ചോദ്യം ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകൾ ഒരു ക്ലാസ്സിലൂടെ കേൾക്കേണ്ടതല്ല. നമ്മളിതെടുത്ത് ഈ ആയത്തെടുത്തിട്ട് സത്യസന്ധമായിട്ട് മനസ്സിരുത്തി സമാധാനത്തോടുകൂടി ഇത് വായിച്ചാൽ നമുക്കുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പച്ചപ്പുള്ള തോട്ടം പിന്നെ നീ എങ്ങനെയാണ് എന്നെ കളവാക്കുക? ഇത്രയും സുന്ദരമായൊരു ഇടം ഞാൻ നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നീ എങ്ങനെയാണ് എന്നെ കളവാക്കുക? ഇതാണ് അള്ളാഹ് ചോദിക്കുന്നത് നമ്മളോട്. ഇത്രയും ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നു, പിന്നെ നീ എങ്ങനെയാണ് എന്നെ കളവാക്കിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോവുക? ഈ ചോദ്യം അതാണ്. നിങ്ങൾ ഇന്ന് പോയിട്ട് ഈ ആയത്തുകൾ വെറുതെ എടുത്തിട്ട് ഈ ഫബിയൈ ആലായി റബ്ബിക്കുമാ തുകർ, എങ്ങനെയാണ് നമുക്ക് പടച്ചോനെ കളവാക്കാൻ കഴിയുക എന്ന ചോദ്യം നമ്മളെ മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കുക എന്നുള്ളതാണ്. ഈ ആയത്തുകൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. സ്വർഗത്തിന്റെ ഒരായത്ത് വായിക്കുമ്പോഴും നിങ്ങൾ എവിടെ ഇരിക്കരുത്, എവിടെയാണോ അവിടെ ഇരിക്കരുത്. എവിടെ പോകണം? സ്വർഗത്തേക്ക് പോകണം. നമ്മൾ തൽക്കാലം വിജയിച്ചിട്ട് സ്വർഗത്തിൽ എത്തിയെന്ന് വിചാരിക്കുക. ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, 2 തോട്ടങ്ങൾ നമുക്ക് സ്വന്തമായിരിക്കും. ഓക്കെ അല്ലേ? 2 തോട്ടങ്ങൾ, 2 വലിയ വിശാലമായ തോട്ടങ്ങൾ നമുക്ക് സ്വന്തമായിരിക്കും. അതിൽ ഓരോ ചില്ലകൾ നോക്കിയാലും അതിൽ ശുദ്ധമായ വായു ഉണ്ടാകും. ഭയങ്കര ശുദ്ധമായ വായു ആയിരിക്കും ഓരോന്നിലും. അങ്ങനെ നമ്മൾ തിരിഞ്ഞുവിടെ നോക്കുമ്പോൾ 2 അരുവികൾ, സുന്ദരമായ 2 അരുവികൾ, വിലപിടിപ്പുള്ള മെത്തകളിൽ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പം നമ്മളെ പറിക്കാൻ ഭാഗത്തിൽ ആപ്പിള്, പിന്നെ എന്താ വേണ്ടത്, സവർ ജെല്ലി, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം ആ സാധനമൊക്കെ എവിടെയോ പോയി മേടിക്കണ്ട, ആ സാധനം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള ഇണകൾ നമ്മുടെ കൂട്ടത്തിൽ. നമുക്ക് എന്താണോ ഇഷ്ടം ആ എല്ലാം നിറഞ്ഞ ഇണകൾ. ഈ ലോകത്തെ ഇണകൾ തന്നെയാണ് അവിടെ എത്തേണ്ടതെങ്കിൽ ഏറ്റവും സാലിഹാണെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, അവിടെ എത്തും. അതങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പം ഇതെല്ലാം കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത് 2 തോട്ടങ്ങൾ വേറെയും ഉണ്ട് എന്ന്. നമ്മൾ ആ ഇരുത്തത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനിയും 2 തോട്ടമോ എന്ന് നോക്കിയിട്ട് പോകുമ്പം വേറെ 2 തോട്ടം. അപ്പം നമ്മളെ കൂട്ടിയിട്ട് പടച്ചവൻ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ നോക്കുമ്പം
പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങൾ ആലോചിച്ച് നോക്കുക. ഫുൾ പച്ചപ്പ് നിറഞ്ഞ ഒരു തോട്ടം. ഗൾഫിൽ നിന്നുകൊണ്ടൊക്കെ ഇത് ആലോചിക്കുമ്പം വല്ലാണ്ട് നിറങ്ങൾ വരണം. പച്ചപ്പ് നിറയാണ്. അതുപോലെ തന്നെ അരുവികൾ കുതിച്ച് ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകിയിട്ട് നമ്മൾ നോക്കും പിന്നെയും എന്താണ്, ഇണകൾ. നമുക്ക് എന്താണ്, കൂടാരത്തിൽ നമുക്ക് വേണ്ടി മാത്രമുള്ള ഇണകൾ എന്നുള്ളതാണ്. ഇതാണ് സ്വർഗത്തിന്റെ വിവരണം. ബാക്കി ഞാൻ നിങ്ങളുടെ ഇമാജിനേഷന് വിടുകയാണ്. ഇമാജിനേഷൻ ഇല്ലാതെ, ഒരിറ്റ് കലാബോധം ഇല്ലാതെ നമുക്ക് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ആയത്തുകൾ ആസ്വദിക്കാൻ കഴിയില്ല. കലാബോധം എന്ന് വെച്ചാൽ അങ്ങനെ പോകണം, ഒരു കവിത ഒക്കെ എഴുതണം, അങ്ങനെ ആസ്വദിക്കണം നമ്മൾ സ്വർഗത്തിന്റെ ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് ഇതാണ് സ്വർഗവും നരകവും. ഇനി ഈ ആയത്തിൽ പറയുന്ന രണ്ട് വിഷയങ്ങൾ ഇഹ്സാനും ബർക്കത്തുമാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ തന്നെ റിസർച്ച് ചെയ്യേണ്ട രണ്ട് വിഷയങ്ങളാണ് ഇഹ്സാനും ബർക്കത്തും. ഇസ്ലാം, ഖുർആന്റെ ഏറ്റവും വലിയ സവിശേഷത, ഖുർആൻ കൺസെപ്റ്റുകളിലൂടെയാണ് ജീവിതം പഠിപ്പിക്കുക. ഈമാൻ, തഖ്വ, ഖൗഫ്, ഇങ്ങനെ കുറേ കൺസെപ്റ്റുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ ആരോ ഒക്കെ വെച്ചിട്ട് ഒരു PPT ഒക്കെ ഉണ്ടാക്കിയാൽ സുന്ദരമായി നമുക്ക് ജീവിതത്തിൻ്റെ കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ട് പറയാൻ പറ്റും. അതിൽ രണ്ട് കൺസെപ്റ്റാണ് ഇഹ്സാനും ബർക്കത്തും. ഈ ഇഹ്സാനും ബർക്കത്തും എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയും വളർച്ചയുമാണ്, എന്നാണ്, അബൻഡൻസ് ആണ്. നമ്മുടെ അളവിന്റെ മാനദണ്ഡം അള്ളാഹ് ഇവിടെ നിശ്ചയിച്ച അളവാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാസം പണിയെടുത്താൽ 500 റിയാൽ സാലറി. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സന്തോഷം. ഒരു 5 റിയാൽ കൊടുത്താൽ 1 കിലോ ആപ്പിള്. നമുക്ക് ഇവിടെ ഉള്ള കണക്കാണ് എന്ത്, അള്ളാഹ് വെച്ച കണക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നേട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുക. നേട്ടങ്ങളെയും അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെ ആലോചിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ നമുക്ക് സാധാരണ നടക്കുന്നതിൽ നിന്നും പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു മരുഭൂമിയിൽ ചെടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ അത്ഭുതം എന്ന് പറയുക. കാരണം എന്താണ്, സാധാരണ അവിടെ ചെടി ഉണ്ടാവില്ല. നമ്മുടെ കണക്ക് അതാണ്. അള്ളാഹ് പറയുന്നത് അള്ളാഹുവിന് ഈ അളവ് മാറ്റാൻ കഴിയും, ഉറപ്പാണ്. അള്ളാഹാണ് ഈ അളവ് വെച്ചത്. അള്ളാഹ് ഈ അളവിനെ മാറ്റിയിട്ട് നമുക്ക് സമൃദ്ധി തരാൻ ഉദ്ദേശിച്ചാൽ അതെന്താണോ അതാണ് ബർക്കത്ത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നമ്മുടെ കണക്കുണ്ട്, ഒരു 200 റിയാലിന് നമുക്കൊരു സാധനം കിട്ടുമെന്നുള്ളത്. അള്ളാഹ് ബർക്കത്ത് തരാൻ ഉദ്ദേശിച്ചാൽ ആ 200 റിയാലിന്റെ കണക്ക് മാറും, സമൃദ്ധി മാറും. അതാണ് സ്വർഗം. ഇത് നമുക്ക്, ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കണ്ടു വളർന്ന കണക്ക് ഇവിടുത്തെയാണ്. അബൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സാധനമാണ്. സോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ വളരെ വയസ്സായ സമയത്താണ് മലക്കുകൾ വരുന്ന സംഭവം നമുക്കറിയാലോ അല്ലെ. ആ മലക്കുകൾ വന്നിട്ട് ഒരു കുട്ടിയെ കുറിച്ച് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാർത്ത, അതെങ്ങനെയാണ്, വയസ്സായിട്ടല്ലേ ഉള്ളത്, എങ്ങനെയാണ് പ്രസവിക്കുക? അത് ഏത് കണക്കാണ്? ഈ ലോകത്തിന്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ്, വയസ്സായില്ല, പിന്നെ എങ്ങനെയാണ് പ്രസവിക്കുക? മലക്കുകൾ പറയാണ്, ഖാലു അതഅജബീന മിൻ അംരില്ലാ, അള്ളാന്റെ ഡിസിഷനാണോ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത്? അള്ളയാണ് ഈ കണക്ക് വെച്ചത് ഏത് വയസ്സിൽ പ്രസവിക്കണം എന്നുള്ളത്. അള്ളാന്റെ കണക്കിന്, അള്ളാന്റെ അമ്രിനെ കുറിച്ച് എന്നിട്ട് പറയാണ്, റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് എന്നാണ്. നിങ്ങൾക്ക് അള്ളാന്റെ റഹ്മത്തും ബറക്കത്തും ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു, ബറക്കത്താണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. പരലോകത്തില് സമൃദ്ധി കൊണ്ട് നിറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭാഷയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഖുർആൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇതെന്താന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അത് സൂറ സജദയില് 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ എന്നാണ്. കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി അവിടെ ഒരുക്കി വെക്കപ്പെട്ടതെന്ന് ഒരാൾക്കും ഊഹിക്കാൻ കഴിയില്ല. ഇതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അള്ളാഹു പറയുന്നത് എന്നാണ് പറ്റും. ഇനി ഒന്നും കൂടി ഒരു ആയത്തും കൂടി ബർക്കത്തിനെ കുറിച്ച് പറയാം. മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹിനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു തീ കണ്ടിട്ട് പോകുന്നുണ്ട്. ആ തീന്റെ അടുത്ത് നിന്നുകൊണ്ട് അള്ളാന്റെ പ്രസൻസിനെ കുറിച്ച് സൂറ നംലിൽ 8-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഫലമ്മ ജാഅഹ നൂദിയ അം ബൂരിക മൻ ഫിന്നാരി വമൻ ഹൗലഹ എന്നാണ്. ആ തീയുടെ ചുറ്റിലുമുള്ള എല്ലാത്തിനും എന്തുണ്ട്? ബറക്കത്ത് ഉണ്ട് എന്നാണ്. അള്ളാന്റെ പ്രസൻസ് ബറക്കത്താണ്. അപ്പൊ ഇതാണ് സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. ഈ ബറക്കത്തിന്റെ അബൻഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ബുദ്ധിശൂന്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെറിയ അളവുകോലിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ അള്ളാനെ അളക്കും. അപ്പൊ ഇന്നത് കൊണ്ട് ഇന്നത് എന്തേ സംഭവിക്കൂല എന്നുള്ളതാണ്. അള്ളാഹ് വളരെ തുച്ഛമായ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, വളരെ വലുതായിട്ട് തോന്നും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളത് റിയലൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ബർക്കത്തുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. എന്താണത്? അല്ലാഹുമ്മ അൻതസ്സലാം
വമിൻകസ്സലാം തബാറക്ത ദുൽ ജലാലി വൽ ഇക്റാം. ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ ആയത്തിന്റെ സെയിം ആണ്. അപ്പം അന്നേരം നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ബർക്കത്തുമുണ്ട് എന്നുള്ളതാണ്. ഇനി ഇഹ്സാൻ ഒന്നാമത്തെ ക്ലിയർ ആണല്ലോ, ബർക്കത്ത് ക്ലിയർ ആണ്. ബാക്കി നിങ്ങളെ പഠനത്തിന് ഞാൻ വിടുകയാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പൂർണ്ണതയാണ്. ഒരു സാധനം പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. കാരണം ഈ ഭൂമിയിൽ ഒന്നും പെർഫെക്റ്റ് ഇല്ല. നമ്മൾ എല്ലാ തരത്തിലും അപൂർണരാണ്. നമ്മുടെ കാഴ്ച അപൂർണമാണ്, ചിന്ത അപൂർണമാണ്, നമ്മുടെ ഇച്ഛകൾ അപൂർണമാണ്, നമ്മൾ ഒരാൾക്ക് വേണ്ടി സൊല്യൂഷൻ കണ്ടെത്തിയ അപൂർണമാണ്. സൃഷ്ടികൾ എപ്പോഴും അപൂർണരാണ്. സൃഷ്ടാവ് മാത്രമാണ് എന്ത്? പൂർണ്ണത. പൂർണ്ണത എന്താണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ സ്വർഗത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും. അല്ലാഹു പൂർണ്ണനാണ്. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫഇന്നല്ലാഹ അസ്സ വജല്ല മുഹ്സിനുൻ. അല്ലാഹു എന്താണ്? മുഹ്സിനുൻ യുഹിബ്ബുൽ ഇഹ്സാൻ എന്നാണ്. അല്ലാഹു മുഹ്സിനാണ്. അല്ലാഹു മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പൂർണ്ണത, ഇഹ്സാന്റെ എല്ലാം കൊണ്ടും പൂർണ്ണനാണ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ് നമ്മൾ പറയുന്നതും അള്ളാന്റെ ഈ പൂർണ്ണതയാണ്. അള്ളാന്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അസ്മാഉൽ ഹുസ്നയാണ്, പൂർണ്ണമായ അതാണ്, എല്ലാം കൊണ്ടും തികഞ്ഞതാണ് എന്ത്? ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടികള് നമ്മൾ അപൂർണരാണ്. നമ്മൾ ഈ ഓട്ടമൊക്കെ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പൂർണ്ണതയിലേക്ക് എത്താൻ. ഒരു സൃഷ്ടിക്ക് എത്താൻ പറ്റുന്നതിന്റെ പൂർണ്ണതക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടങ്ങളൊക്കെ. നമ്മൾ അല്ലാഹു കഴുകി ശുദ്ധരായി എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഇഹ്സാൻ നമുക്ക് എത്താൻ കഴിയുന്നതിന്റെ ആ പൂർണ്ണതയിൽ എത്താനാണ്. അതെവിടെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ? സ്വർഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ എത്താൻ കഴിയാവുന്നതിന്റെ ഏറ്റവും പൂർണ്ണത എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന സുഖത്തിന്റെ പൂർണ്ണത സ്വർഗത്തിലാണ്, സന്തോഷത്തിന്റെ പൂർണ്ണത സ്വർഗത്തിലാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് കാണാൻ പറ്റും. ഇത് പറയാന് സൂറ ഹിജ്റിൽ 47-ാമത്തെ ആയത്തില് വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഇൽമിൻ എന്ന് പറയുന്നുണ്ട്. സ്വർഗത്തിൽ കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിലെ എല്ലാ വിദ്വേഷവും അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു കഴുകിക്കളയും. അത് കഴുകിക്കളഞ്ഞാലേ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ബസറുക്കൽ യൗമ ഹദീദ് എന്ന് പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഒരു എക്സ്ട്രാ എന്ത് ചെയ്യും? കാണാൻ പാകത്തിൽ. ഇപ്പൊ നമുക്ക് എല്ലാം കാണാൻ കഴിയില്ല, നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യും? അന്ന് കാണാൻ പാകത്തിലാവും. ഇത് പിന്നെ നിങ്ങൾ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് നോക്കിയാൽ, നിങ്ങൾ ഗൂഗിളിലും യൂട്യൂബിലും മറ്റേ സയന്റിഫിക് ചാനലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടിപ്പിന്റെ അത്ഭുതം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു 2-3 വർഷം വെറുതെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി വായും പൊളിച്ച് ഇരിക്കാൻ മാത്രം അത്ഭുതം എന്തുണ്ട്? ഇവിടുത്തെ സൃഷ്ടിപ്പുകൾക്ക് ഉണ്ട്. ഇവിടുത്തെ സ്പേസിനുണ്ട്, ഇവിടുത്തെ ഓർബിറ്റ്സിനുണ്ട്, കടലിലെ ജീവിതത്തിനുണ്ട്, കാടിലെല്ലാം ഉണ്ട്. ഇത് ഇത്രയും അത്ഭുതമാണെങ്കിൽ പൂർണ്ണത എന്തായിരിക്കും? അതാണ് സ്വർഗം. അപ്പൊ നമ്മൾ ഈ ചെറിയ കൊച്ചു കുടിസ് സാധനങ്ങളിലേക്ക് കെട്ടിക്കൊടുങ്ങിയിട്ട് നമ്മളെ ജീവിതം വേസ്റ്റ് ആക്കരുത് എന്നാണ് പടച്ചോന് ലളിത മലയാളത്തിൽ പറയുന്നത്. ഇത് പറയുന്ന ഒരായത്താണ് സൂറ ഗാഫിറിൽ 64-ാമത്തെ ആയത്തില് അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅൻ വസവ്വറകും ഫഅഹ്സന സുവറകും. അല്ലാഹു എന്ത് ചെയ്യുന്നു? അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ് എന്ത്? ദാലികുമുല്ലാഹു റബ്ബുക്കും. ഇതാരാണ് ഇതുണ്ടാക്കിയത്? അള്ളയാണ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു ബറക്കത്ത് നിറഞ്ഞവനാണ് അള്ളാഹു എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? ഇപ്പം ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം ഇഹ്സാനാണ്. സ്വർഗം എങ്ങനെ ഇഹ്സാനാകാ? സ്വർഗം പൂർണ്ണതയാണ്. നമ്മൾ സ്വർഗം നേടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ഇഹ്സാനാണ്. എന്ന് വെച്ചാൽ പൂർണ്ണതയിലേക്കുള്ള പ്രവർത്തനമാണ്. എന്താണ് ഇഹ്സാൻ? ഈമാൻ എന്താണ്? ഈമാൻ വിശ്വാസമാണ്, നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. ഇസ്ലാം എന്താണ്? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്ന ഹദീസാണ്. ഈമാൻ എന്താണ്? മനസ്സിലെ വിശ്വാസമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇഹ്സാൻ എന്താണ്? അള്ളാഹനെ കണ്ടതുപോലെ പ്രവർത്തിക്കലാണ്. എന്ന് വെച്ചാൽ വെറും പ്രവർത്തനമല്ല, പ്രവർത്തനത്തിന്റെ മാക്സിമമാണ്, എക്സ്ട്രാ ചെയ്യലാണ്, സുന്ദരമായി ചെയ്യലാണ്. ഏറ്റവും പെർഫെക്ഷനിൽ അമലു സാലിഹാത്ത് ചെയ്യുന്നതാണ് ഇഹ്സാൻ. ക്ലിയർ ആണോ? അമലു സാലിഹാത്തിന്റെ എക്സ്ട്രീമാണ് എന്ത്? ഇഹ്സാൻ എന്ന് പറയുന്നത്. അല്ലാഹു നമ്മളോട് പറയുന്നത് ഇഹ്സാനോടുകൂടിയുള്ള പ്രവർത്തനം നമുക്ക് ഉണ്ടായാലേ ഇഹ്സാൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇബ്നു തൈമിയ പിന്നെ ഈ 3 കൺസെപ്റ്റിനെയും വിശദീകരിക്കുന്നുണ്ട്. എല്ലാ മുഹ്സിനും മുഅ്മിനായിരിക്കും. ക്ലിയർ ആണോ? എല്ലാ ഇഹ്സാൻ ചെയ്യുന്നവർക്കും എന്തുണ്ടാവും? ഈമാന് ഉണ്ടാവും. എല്ലാ മുഅ്മിനും
മുസ്ലിമോ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഈമാൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. എന്നാൽ എല്ലാ മുഅ്മിനും മുഹ്സിൻ ആയിക്കൊള്ളണമെന്നില്ല. ഈമാനുള്ള എല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് പ്രവർത്തനം ചെയ്യുന്നവർ ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ മുസ്ലിമും മുഅ്മിൻ ആയിക്കൊള്ളണം എന്നില്ല. ഇത് ഭയങ്കര പ്രശ്നമാണ്. എല്ലാ മുസ്ലിമും മുഅ്മിനായിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രവർത്തിക്കുന്നവരൊക്കെ കാണാൻ പറ്റും, വൻ സംഭവമായിരിക്കും. പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല? ഉള്ളിൽ ഈമാൻ തികഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇഹ്സാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. രണ്ട് തലങ്ങളാണ് ഇഹ്സാൻ ഉള്ളത് നമ്മുടെ പ്രവർത്തനത്തിന്. ഒന്ന് എക്സ്ട്രാ ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ട്രാ ചെയ്യുക, സാബിഖൂൻ സാരിയാവൂ എന്നൊക്കെ ഖുർആൻ പറയുന്ന ഇതാണ്. നമ്മുടെ സൈക്കോളജിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മൾ ആവറേജ് ചെയ്യാൻ നിന്നാൽ നമ്മൾ താഴത്തേക്ക് പോവുള്ളൂ. നമ്മൾ എക്സ്ട്രാ ചെയ്താലേ ഒരു ആവറേജ് എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് ബേസിക് സൈക്കോളജിയാണ്. നിങ്ങൾ എക്സ്ട്രാ ഒരു സുന്നത്തും കൂടി സംസ്കരിക്കുന്ന സ്വഭാവക്കാരനാവുമ്പോഴേ ജമാഅത്തെങ്കിലും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യുള്ളൂ. എക്സ്ട്രാ ചെയ്തുകൊണ്ടേയിരുന്നാലേ അത്രയും എക്സ്ട്രാ കിട്ടുന്ന ഒരു സ്വർഗത്തിലേക്ക് കിട്ടുള്ളൂ. 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം എന്താണ് ഇഹ്സാൻ കൊണ്ട് ഖുർആൻ പറയുന്നത്. ഒന്ന്, 3 സ്ഥലത്ത് ഖുർആൻ റിപ്പീറ്റ് ചെയ്യുന്ന ഇഹ്സാനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്താണ്? വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഇത് 3 പ്രാവശ്യം ഖുർആൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ നമ്മളോട് മോശം ചെയ്തു, അയാളോട് നമ്മൾ നല്ലത് ചെയ്യണം. ഇതാണ് ഇഹ്സാൻ. അമലു സാലിഹാത്തിന്റെ അപ്പുറമാണ്. ഒരാൾ എല്ലാവരും സലാം പറയുമ്പോൾ നമ്മളും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മളോട് സലാം പറയാത്ത ആളോട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് സലാം പറയാ. അതാണ്. ഒരാൾ നമ്മളോട് മോശം ചെയ്യുമ്പോൾ നമ്മൾ അയാളോട് നന്മ ചെയ്യുക. ഇത് ഖുർആൻ 3 സ്ഥലത്ത്, ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഖുർആൻ പറയുന്ന ഒരു സ്ഥലം കുറേ ഉണ്ട്, ഞാൻ 2-3 നമ്മുടെ സമയം കുറേ ആയതുകൊണ്ട്. രണ്ടാമത്തേത് ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സനി മിൻഹാ ഔ റുദ്ദുഹാ. ഇത് ഇസ്ലാമിന്റെ ബ്യൂട്ടിയാണ്. ഒരു യുദ്ധ സന്ദർഭത്തിൽ നമ്മളോട് ഒരു ശത്രു അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആള് സലാം പറഞ്ഞാല് ആ സലാമിനേക്കാൾ സുന്ദരമായ സലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മടക്കണം എന്നാണ്. നമുക്കിവിടെ ഒരു പ്രാവശ്യം എടാന്ന് വിളിച്ച ആളോട് പോലും മര്യാദക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു പറയുന്നതാണ്, യുദ്ധ സന്ദർഭത്തിൽ നിങ്ങളോട് ശത്രു ആണെങ്കിൽ പോലും അയാൾ സലാം പറഞ്ഞാൽ അയാൾ പറഞ്ഞ സലാമിനേക്കാൾ സുന്ദരമായ സലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മടക്കണം. നമ്മൾ തൽക്കാലം സാധാരണ ജീവിതത്തിലെങ്കിലും ഇത് നമ്മൾ ശീലിക്കുക. ഇതാണ് രണ്ടാമത്. മൂന്നാമത് അള്ളാഹു ഇതിനെക്കുറിച്ച് പറയുന്നൊരു സ്ഥലം ഡൈവേഴ്സ് തലാഖിന്റെ രംഗത്തിൽ അള്ളാഹു പറയുകയാണെന്ത്? ഒത്തുതീർപ്പാണ് നിങ്ങൾക്ക് ഉത്തമം. ഒത്തുതീർപ്പാണ് ഉത്തമം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുതീർന്നു പോകുന്നതാണ് ഉത്തമം. വഇൻ തുഹ്സിനു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇഹ്സാനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ അടിയും പിടിയും ഉണ്ടെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒത്തുതീർത്തിട്ട് പോവുക എന്നുള്ളത് പറയുന്നത്. അപ്പം ഇതാണ് 3. അപ്പൊ ഇഹ്സാന്റെ ഒന്നാമത്തെ തലം എന്താണ്? എക്സ്ട്രാ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ തലം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുന്നതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറയുന്നത്, അള്ളാഹു എല്ലാ അമലുകളിലും ഇഹ്സാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അറക്കുമ്പോൾ ഏറ്റവും സുന്ദരമായിട്ട് അറക്കുക, അതിന് വേദന എടുക്കാത്ത രീതിയിൽ അറക്കുക. എന്തിനാണ് വിശദീകരിക്കുന്നത്? ഇഹ്സാനെയാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനിൽ നമസ്കരിക്കുക, ഏറ്റവും നല്ല വസ്ത്രത്തിൽ, ഏറ്റവും ശുദ്ധിയായിട്ട്, ഏറ്റവും നല്ല ഉളുവോടുകൂടി നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഏറ്റവും സുന്ദരമായ സ്വലാത്തില്ല നിങ്ങൾ ഒരാളോട്. അപ്പൊ ഏറ്റവും പെർഫെക്റ്റ്, ഏറ്റവും കൂടുതൽ ചെയ്യുക, അതേപോലെ തന്നെ ഏറ്റവും സുന്ദരമായി ചെയ്യുക. അതേപോലെ തന്നെ ഈ സൗന്ദര്യത്തിന്റെ രണ്ടാമത്തെ ഇത് ബോഡിലി ആയിട്ടുള്ള സൗന്ദര്യമാണെങ്കിൽ മനസ്സിലെ സൗന്ദര്യം എന്താണ്? മനസ്സിലെ സൗന്ദര്യം എന്ന് വെച്ചാൽ ഇഖ്ലാസോടുകൂടി ചെയ്യുക. ചെയ്യുന്നതൊക്കെ ഇഖ്ലാസോടുകൂടി ചെയ്താലാണ് അതിന് സൗന്ദര്യം വരിക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട് എന്നതുപോലെ പ്രവർത്തിക്കുക. അതാണ് ഇഹ്സാൻ. അത് ഇഖ്ലാസോടുകൂടിയേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പിന്നെ ഈ ആയത്തുകൾ തരുന്ന പാഠം എന്ന് പറയുന്നത്. ധാരാളം പാഠങ്ങളുള്ള ആയത്തുകളാണ്. ഒന്നാമത് നമ്മൾ സ്വർഗത്തിനെ കുറിച്ച് വിവരിച്ചു, ഇഹ്സാനെ കുറിച്ച് വിവരിച്ചു, ബറക്കത്തിനെ കുറിച്ച് വിവരിച്ചു. എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് എല്ലാം എത്ര പറഞ്ഞാലും ഇത് അപൂർണമാണ്. ഈ 3 കൺസെപ്റ്റുകളും ഈ 3 കൺസെപ്റ്റുകളും നമ്മൾ തന്നെ വായിച്ച് കൃത്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് മാറുന്നത് കാണാൻ പറ്റും. സ്വർഗം നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടായാൽ നമ്മളെ ലൈഫ് മാറും. ഇതൊരാൾക്ക് പറഞ്ഞുതരാൻ കഴിയില്ല, നമ്മൾ തന്നെ ഇമാജിൻ ചെയ്ത് എടുക്കണം. ബറക്കത്ത് നമ്മുടെ മനസ്സിൽ കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് വേറെ കൺസെപ്റ്റ് കിട്ടും. ഇതൊരാൾക്ക് പറഞ്ഞുതരാൻ കഴിയില്ല, നമ്മൾ അനുഭവിക്കണം. ഇഹ്സാൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രാ എഫേർട്ടിന് എന്ത് ചെയ്യും? നമ്മൾ തന്നെ
ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഇതാണ്. പടച്ചോൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഇഹ്സാനോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു ധാരാളം നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് തരുമാറാകട്ടെ. ബർക്കത്തും ഇഹ്സാനും നിറഞ്ഞ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. എല്ലാ ത്യാഗവും വേദനയും സ്വർഗമെന്ന ഒരൊറ്റ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് സ്വർഗമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാനും ഒഴിവാക്കി കൊടുക്കാനും പുറത്തു കൊടുക്കാനൊക്കെ അള്ളാഹു നമുക്ക് നമ്മുടെ മനസ്സിൽ ധാരാളമായി ഈമാൻ നിറച്ചു തരുമാറാകട്ടെ. അള്ളാഹു ഗസയിലെ ജനങ്ങൾക്ക് സഹായവും സമാധാനവും ധൈര്യവുമൊക്കെ അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.